സജിത്ത് സൂചിപ്പിച്ച പോലെ വലിയ നേട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്, വലിയ വികസനത്തിൽ. നമുക്കറിയാവുന്ന പോലെ ഈ ലോകത്തെ പ്രധാനപ്പെട്ട തുറമുഖ നഗരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് സിംഗപ്പൂർ ആവട്ടെ, അല്ലെങ്കിൽ ദുബായ് ആവട്ടെ, ചൈനയിലെ ഒട്ടുമിക്ക തുറമുഖങ്ങളും അത് ഈ മദർഷിപ്പുകൾക്ക് നങ്കൂരിടാൻ കഴിയുന്ന തരത്തിലുള്ള തുറമുഖങ്ങളാണ്. അപ്പോൾ ഈ നഗരങ്ങളുടെയൊക്കെ വലിയ കുതിപ്പിന് ആധാരം ആ തുറമുഖങ്ങളാണ് എന്ന് വേണം പറയാൻ. അത് ലോകത്തെ ഏത് തുറമുഖ നഗരവും വികസനത്തിൽ വലിയ കുതിപ്പുണ്ടാക്കാറുണ്ട്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? നമ്മളും ഒരു ലോകത്തെ വലിയ വികസന വാതായനമാണോ ഈ വിഴിഞ്ഞം വഴി തുറന്നിടുന്നത് രഞ്ജിത്ത്? അത് അത്ഭുതകരമായിരിക്കും ഒരു പക്ഷേ. നമുക്ക് ആ വികസന കുതിപ്പ് ഇത് ദീർഘവീക്ഷണത്തോടുകൂടി, നമ്മൾ ഈ വരുമാനത്തിന്റെ കണക്കുകളൊക്കെ പറയുമ്പോൾ പോലും ദീർഘവീക്ഷണത്തോടുകൂടി നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ആ തരത്തിൽ സംസ്ഥാനത്തിന്റെ പ്രതിച്ഛായ തന്നെ മാറ്റത്തക്ക വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക, ഡെവലപ്മെന്റ് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്ത പദ്ധതിയാണ്. നമുക്കറിയാം കൊച്ചി മെട്രോ, രേണുക, കൊച്ചി മെട്രോ ഒക്കെ വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ വലിയ വിമർശനമായിരുന്നു. വലിയ നഷ്ടമാണ് കൊച്ചി മെട്രോ എന്ന് പറഞ്ഞ് വലിയ പരാതികൾ ഉണ്ടായിരുന്നു. വലിയ കോടികൾ എന്തിനു മുടക്കുന്നു, നമ്മുടെ സംസ്ഥാനത്തൊക്കെ ഫീസിബിൾ ആണോ ഈ പ്രോജക്ട് എന്ന ചോദ്യങ്ങളൊക്കെ പലപ്പോഴും ഉയരുന്നത്. പക്ഷേ ഇപ്പോൾ അടുത്ത സമയത്തായി വരുന്ന വരുമാന കണക്കുകൾ, യാത്ര ചെയ്യുന്ന ആളുകളുടെ എണ്ണം, കഴിഞ്ഞ ദിവസം ഞാനും കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്ത ആളാണ്, യാത്ര ചെയ്യുന്ന ആളുകളുടെ എണ്ണം, ഹൗസ്ഫുള്ളായി ഓടുന്ന തീവണ്ടികൾ കാണാം. വരുമാനത്തിൽ വലിയ കുതിപ്പുണ്ടാകുന്നു. അത് ലാഭത്തിലേക്ക് ഈ കൊച്ചി മെട്രോ എന്ന സംവിധാനം മാറുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. അങ്ങനെ ഓരോ പദ്ധതിയും വൻകിട പദ്ധതികൾ ദീർഘകാല ലക്ഷ്യത്തോടു കൂടി തന്നെ വേണം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം. കൊച്ചി മെട്രോയെ നമുക്ക് വിഴിഞ്ഞവുമായി കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം അതൊരു പൊതുഗതാഗത സംവിധാനം എന്ന നിലയിലാണ്. അതൊരു പക്ഷെ നഷ്ടം സഹിച്ചും ആളുകളുടെ സൗകര്യത്തിന് വേണ്ടി കൊണ്ടുപോകേണ്ടുന്ന പ്രോജക്റ്റാണ്. പക്ഷെ വിഴിഞ്ഞം അങ്ങനെയല്ല. ഒരുപാട് സ്വപ്നങ്ങളുടെ വാതായനം, നേരത്തെ എൽദോ സൂചിപ്പിച്ചതുപോലെ തുറക്കുന്ന പദ്ധതി തന്നെയാണ് വിഴിഞ്ഞം. അത് ജോലി സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു എന്ന നിലയിൽ രാജ്യത്തിന്റെ തന്നെ സമ്പദ് വ്യവസ്ഥയെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിൽ വിഴിഞ്ഞം പദ്ധതി മാറും എന്നതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. വലിയ ലോജിസ്റ്റിക് സാധ്യതകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ജോലി സാധ്യതകൾ ഉണ്ടാകുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യാന്തര കപ്പൽ ചാലിനോട് ഏറ്റവും അടുത്ത് ചേർന്നുള്ള സ്വാഭാവികമായി ഏറ്റവും വലിയ ആഴം, ഏതാണ്ട് 24 മീറ്ററോളം ആഴമുള്ള വിഴിഞ്ഞം തുറമുഖം എന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കേരളത്തിന്, നമ്മുടെ രാജ്യത്തിന് ആ നിലയിലുള്ള ഒരു പ്രസക്തി നൽകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റു രാജ്യങ്ങളിലേക്കുള്ള കണ്ടെയ്നർ നീക്കം പോലും നമ്മുടെ ഈ വിഴിഞ്ഞം വഴിയാകാനുള്ള സാധ്യതകൾ. ഇന്ത്യയിലേക്കുള്ള ചരക്ക് നീക്കത്തിന്റെ 60% കൊളംബോ തുറമുഖമാണ് നടക്കുന്നത്. അതിന്റെ 30% മുകളിൽ ഈ വിഴിഞ്ഞത്തിലേക്ക് വരും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മറ്റു രാജ്യങ്ങൾ നമ്മളെ ആശ്രയിച്ചു തുടങ്ങും എന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾക്ക്, ഏതാണ്ട് കോടിക്കണക്കിന് രൂപ മുടക്കിയുള്ള രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾക്ക് കൂടി അദാനി ഗ്രൂപ്പ് തുടക്കമിടുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 4 ഘട്ടങ്ങൾ കഴിയുമ്പോഴേ നമുക്ക് വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഏതാണ്ട് പൂർണ്ണം ആകൂ എന്ന് നമുക്കറിയാം. പക്ഷേ ആദ്യഘട്ടം തന്നെ നമുക്ക് വലിയ പ്രതീക്ഷകളാണ് മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും അതാണ് അല്പസമയത്തിനകം തന്നെ അതിന്റെ ഒരു സാധ്യത തന്നെയാണുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മദർഷിപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞ മെസ്കിന്റെ, ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ സാൻ ഫെർണാണ്ടോ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അവിടെ 2000 കണ്ടെയ്നറുകളുമായി ഇന്നലെയാണ് കപ്പലെത്തിയത്. വാട്ടർ സല്യൂട്ടോടെ സ്വീകരിച്ചിരിക്കുകയാണ്. ഇനി ഔദ്യോഗിക ചടങ്ങുകൾ തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിൽ സർബാനന്ദ സോനോവാളാണ് ഇതിന് പ്രധാനപ്പെട്ട ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നത്. ഇന്നലെയൊക്കെ വലിയ ആവേശമായിരുന്നു ഈ വിഴിഞ്ഞം തീരത്ത്. കാരണം ആദ്യ മദർഷിപ്പ് ഇങ്ങോട്ടേക്ക് അടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുടെയൊക്കെ വലിയ ആവേശം, ഒരു ഈ പറയുന്ന ഒരു അത്ഭുത ജീവിയെ കാണുന്നത് പോലെ അത്രത്തോളം ആവേശം. ഡാൻ ഇന്നലെ ഇവിടെ ഈ സ്ഥലത്ത് ഡാൻ ഉണ്ടായിരുന്ന ആളാണ്. ഡാൻ ഈ സ്ഥലത്ത് റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ടെത്തിയ ആളാണ്. ആ ഒരു ആവേശം കുറച്ചുകൂടി ഒന്ന് പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കണം. കാരണം അത്രത്തോളം പ്രതീക്ഷിച്ചിരുന്ന ഒരു സംഗതി അത് അവർക്ക് യാഥാർത്ഥ്യമാകുമ്പോൾ ഈ കണ്ടെയ്നർ ഇങ്ങോട്ടേക്ക് 2000-ഓളം കണ്ടെയ്നറുകൾ വന്നിറങ്ങുമ്പോഴൊക്കെ ഇന്നലെ ഉണ്ടായിരുന്ന ഒരു കാഴ്ചകൾ എന്തൊക്കെയായിരുന്നു? അതായത് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, സ്വാഭാവികമായി നമുക്ക് അത്ര പരിചിതമായിട്ടുള്ള കാഴ്ചയല്ല ഇത്. അതാണ് നമുക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത്. കാരണം നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി പലപ്പോഴും വിഴിഞ്ഞത്തേക്ക് ഈ തുറമുഖത്തിന്റെ നിർമ്മാണ ഘട്ടത്തിലൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ലൈറ്റ് ഹൗസ് കാണാം, ഈ മത്സ്യബന്ധന ബോട്ടുകൾ നിരനിരയായി പല വശങ്ങളിൽ അടുക്കിയിട്ടിരിക്കുന്നത് കാണാം. അപ്പുറത്തേക്ക് ഒരു സങ്കീർണമായ ദൗത്യം, അത് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നത്ര ദൂരത്തിൽ അത്തരമൊരു കാഴ്ച എന്ന് പറയുന്നത് അത് വിഴിഞ്ഞം പ്രദേശവാസികളെ സംബന്ധിച്ച് ദശാബ്ദങ്ങളുടെ കാത്തിരിപ്പ് തന്നെയാണ്. ആ കാത്തിരിപ്പിനാണ് ഇന്നലെ ഇവിടെ വിരാമമായത്. എന്തായാലും ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നതെങ്കിലും
സ്വാഭാവികമായി ഇതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ്, അതായത് ഈ കണ്ടെയ്നറുകൾ താഴേക്ക് ഇറക്കുന്ന ബർത്തിലേക്ക് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചതാണ്. എനിക്ക് തോന്നുന്നു രേണുക, രഞ്ജിത്ത്, നമുക്കത് നൽകാൻ പോകുന്ന ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത്, നമുക്കറിയാം നമുക്കിങ്ങനെ ഒരു മദർഷിപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഈ സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള കൊളംബോ തുറമുഖത്ത്, ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖത്തായിരുന്നു ഇറക്കുന്നത്. അത് ആർക്കാണ് നേട്ടമുണ്ടാക്കുക, അങ്ങനെ അങ്ങ് ചിന്തിക്കുക. അപ്പോൾ നമുക്ക് അതിന്റെ വ്യക്തമായ ഒരു ധാരണയുണ്ടാകും. സ്വാഭാവികമായി നമ്മുടെ അയൽ രാജ്യങ്ങളായ ചൈനയിലെ ഷാങ്ഹായ് തുറമുഖം ഓരോ ദിവസവും കോടിക്കണക്കിന് കണ്ടെയ്നറുകളുടെ കയറ്റിറക്ക് നടത്തുന്ന ഷാങ്ഹായ് തുറമുഖം, അതോടൊപ്പം സിംഗപ്പൂർ തുറമുഖം, ദുബൈയിലെ ജബലാനി തുറമുഖം, ഒമാനിലെ സലാലെ തുറമുഖം, അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ തുറമുഖങ്ങൾ, ഇവയൊക്കെയായിരുന്നു നമ്മുടെ ചരക്ക് നീക്കത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആശ്രയ കേന്ദ്രമായി ഇത്രയധികം നാളുകൾ നിലനിന്നിരുന്നത്. ഇനി അങ്ങോട്ട് രാജ്യത്തെ തന്നെ 13 വലിയ തുറമുഖങ്ങളുടെയും 250ഓളം ചെറിയ തുറമുഖങ്ങളുടെയും കവാടമായി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം മാറുന്നു എന്നതാണ് അതിനെ മറ്റ് തുറമുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഒരുപക്ഷെ ഞാൻ അല്പസമയം മുമ്പ് സൂചിപ്പിച്ച ഈ സിംഗപ്പൂരിനോടും ദുബായിലെ ജബലാനിയോടും ഒമാനിലെ സലാലയോടുമൊക്കെ കിടപിടിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം വൈകാതെ തന്നെ മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. നിലവിൽ ഏതാണ്ട് 2960 എന്ന മീറ്ററിലായിരുന്നു ഈ പുലിമുട്ടിന്റെ നിർമ്മാണം നടന്നത്. അത് 3ാം ഘട്ടത്തിലേക്ക് എത്തുന്നതോടെ 4 കിലോമീറ്റർ ആകുന്ന തരത്തിലാണ് അതിന്റെ സജ്ജീകരണങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരേ സമയം 4ഓ 5ഓ മദർഷിപ്പുകൾക്ക് വിഴിഞ്ഞത്തെ ബർത്തിലേക്ക് അടുക്കാൻ കഴിയുന്ന തരത്തിൽ അവിടെ ഒരുക്കങ്ങൾ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം നമുക്കറിയാം 7500 കോടി രൂപ. വികസനത്തിന്റെ അനന്തമായ സാധ്യതകളാണ് ഇവിടെ തുറക്കുന്നത് എന്നുള്ളതാണ്. നാളെ മുതലാണ് ഫീഡർ കപ്പലുകൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ചരക്കുകൾ നീക്കം ചെയ്യാനുള്ള ഈ കണ്ടെയ്നറുകൾ കൊണ്ടുപോകാനുള്ള 2000ഓളം കണ്ടെയ്നറുകളാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ഫീഡർ കപ്പലുകൾ നാളെ മുതൽ വരും. ഈ ഫീഡർ കപ്പലുകൾ വഴിയാകും ഇവിടെ നിന്നുള്ള നമ്മുടെ ഈ കണ്ടെയ്നറുകൾ മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അതുകൂടി വന്നു കഴിയുമ്പോഴാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതകൾ, ഒരു മൂവ്മെന്റ് ഒക്കെ ആരംഭിക്കുക, ട്രാൻസ്ഷിപ്മെന്റ് എന്ന് പറയുന്ന സംവിധാനമൊക്കെ ആരംഭിക്കുക, ഇതിവിടെ ചരക്ക് നീക്കം സുഗമമാക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. അങ്ങനെ സാങ്കേതികമായ ഒരുപാട് വശങ്ങളുള്ള, സാങ്കേതികമായി നമ്മൾ ഒരുപാട് നമുക്കുള്ള പുതിയ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു സംവിധാനമായി കൂടി ഇത് മാറുന്നുണ്ട്. വികസന കുതിപ്പിനൊപ്പം ഡാൻ ഈ മറ്റ് ഇനി മുന്നോട്ടുള്ള നേരത്തെ പറഞ്ഞ 2ാം ഘട്ട വികസനം എന്ന് പറയുന്നതിനൊപ്പം തന്നെ നമ്മുടെ ചിലവ്, രാജ്യത്തിന്റെ ചിലവ് വളരെയധികം കുറയ്ക്കാൻ കൂടി സഹായകമാകുന്ന തരത്തിലേക്ക് നമ്മുടെ തുറമുഖം മാറുന്നു എന്നതാണ്. നമുക്ക് കയറ്റുമതി കുറവും ഇറക്കുമതി കൂടുതലും ആണ് നമ്മളുടെ രാജ്യത്തെ സംബന്ധിച്ചുള്ളത്. ഏതാണ്ട് 61,500 കോടിയുടെ ഇറക്കുമതി നമ്മൾ കഴിഞ്ഞ വർഷം മാത്രം നടത്തിയ രാജ്യമാണ്. അതുപോലെ തന്നെ 47,000 കോടിയുടെ കയറ്റുമതിയും നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇറക്കുമതിയും കയറ്റുമതിക്കും ഒക്കെ നമ്മൾ പ്രധാനമായും ആശ്രയിക്കുന്നത് കൊളംബോ പോലെയുള്ള തുറമുഖങ്ങളാണ്. നമ്മുടെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം ആ നിലയിൽ പ്രവർത്തന സജ്ജമാകുമ്പോൾ നമ്മളുടെ രാജ്യത്തിന്റെ തന്നെ പ്രധാനപ്പെട്ട ചരക്ക് കയറ്റുമതി ഇറക്കുമതി കേന്ദ്രമായി വിഴിഞ്ഞം മാറുന്നു. അപ്പോൾ നമുക്ക് അധിക ചെലവുകൾ കുറയ്ക്കാൻ കഴിയുന്നു. ആ നിലയിൽ കൂടി നമ്മുടെ സാമ്പത്തിക രംഗത്തിനെ സ്വാധീനിക്കാൻ വിഴിഞ്ഞം തുറമുഖം പൂർണ്ണതോതിൽ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി സാധ്യമാകും എന്നതുകൂടിയാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളായി മാറുന്നത്.